So next we will see Q. So last class we have discussed stack. So stack namukariya, it's a linear data system in which insertion and deletion taking place at one end, and that end is called top end. Okay. In Q is also a linear data system that follows FIFO principle. Okay, FIFO, that is first in first out. Okay, ആദ്യം വരുന്നതാണ് ആദ്യം പുറത്തേക്ക് പോകാൻ. Okay, that is Q പറയുകയാണെങ്കിൽ Q is a linear data system in which insertion taking place at one end, and that end is called front end. Okay, that end is called front end, and deletion taking place at another end. Okay, and that end is called rear end. Okay, that end is called rear end. Okay, so അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ FIFO ആണ്. ഫസ്റ്റ് വന്ന ആളാണ് എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ പുറത്തേക്ക് കിടക്കുക. ഓക്കെ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്ത എലമെന്റിനെയാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ Q. ഓക്കെ, ഇനി ഇതിന്റെ റെപ്രസെന്റേഷൻ നോക്കാം. Q റെപ്രസെന്റേഷൻ. ഓക്കെ, നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ Q നമുക്ക് രണ്ട് തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് യൂസിങ് അറേ, സെക്കൻഡ് വൺ ഈസ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, അതിൽ ആദ്യം യൂസിങ് അറേ വെച്ച് നമുക്ക് നോക്കാം. അറേ എങ്ങനെയാണെന്ന് വെച്ചാൽ there's a linear array one, two, three, four, five, and we are using two pointers. One is front and second one is rear. Initially the value of front and rear is null. Okay, അപ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ അതുപോലെ റിയറിന്റെ വാല്യൂ നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that shows that Q is empty. ക്യൂവിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മാക്സ് വാല്യൂ, ഓക്കെ, മാക്സ് Q എന്നുള്ളൊരു ഒരു പോയിന്റർ ഉണ്ട്. that contain the maximum value that can be, okay, അല്ലെങ്കിൽ maximum value that can be inserted, that can be added into that Q. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ 5 ആണ് മാക്സ് വാല്യൂ. ഓക്കെ, മാക്സ് വാല്യൂ ഈസ് 5 നമുക്കറിയാം. അപ്പോൾ ഇനി ഇതിൽ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇൻസേർട്ടിന് നമ്മൾ NQ എന്നാണ് പറയാം. NQ ഇൻസേർട്ട്. നമുക്കറിയാം സ്റ്റാക്കിന്റെ കേസിൽ നമ്മൾ ഇൻസേർട്ടിംഗ് ഇൻ സ്റ്റാക്ക് ഈസ് കോൾഡ് പുഷ്. അതുപോലെ തന്നെ ഡിലീറ്റിംഗ് ഫ്രം സ്റ്റാക്ക് ഈസ് കോൾഡ് പോപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യൂവിന്റെ കേസിലും ഇൻസേർട്ടിംഗ് ഇൻ ടു എ ക്യൂ ഈസ് കോൾഡ് NQ. ഓക്കെ, അതുപോലെ ഡിലീറ്റിംഗ് ഫ്രം ക്യൂ ഈസ് കോൾഡ് DQ. Okay, so inserting into a queue is called NQ. That operation is called NQ, and deleting an element from a queue is called DQ. Okay, അപ്പോൾ NQന്റെ കേസിൽ നമുക്കറിയാം NQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമ്മൾ എപ്പോൾ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോഴും we are just incrementing the value of rear by 1. Okay, റിയറിന്റെ വാല്യൂ. സോ സപ്പോസ് ഈ കേസിൽ നോക്കി, ആദ്യം റിയറിന്റെ വാല്യൂ ആണ്. ഇനി നമ്മൾ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് ആയതുകൊണ്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിയർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, അതേപോലെ ഫ്രണ്ടും ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും ഫസ്റ്റ് വാല്യൂ ആയതുകൊണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് ഫ്രണ്ടും ഇതിനെ പോയിന്റ് ചെയ്യുന്നു, റിയറും ഇതിനെ പോയിന്റ് ചെയ്യുന്നു. അവിടേക്കാണ് നമ്മൾ ക്യൂ. ഓക്കെ, നമ്മൾ ഈ അറേയുടെ പേര് സപ്പോസ് ക്യൂ എന്നാണെങ്കിൽ ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു ഐറ്റം. ഇങ്ങനെയാണ് നമ്മൾ ഐറ്റം ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതാണ് വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ആ വാല്യൂ ഇപ്പോൾ സപ്പോസ് 100 ആണെങ്കിൽ 100 ഇവിടെ ഇൻസേർട്ട് ആവും. ഇനി നമ്മൾ ഓരോ പ്രാവശ്യം വാല്യൂ ഇൻസേർട്ട് ചെയ്യാനും റിയർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിയർ ഈസ് ഇൻക്രിമെന്റഡ് ബൈ 1. സോ റിയർ എത്രയാവും, 2 ആവും. ദാറ്റ് മീൻസ് ദാറ്റ് റിയർ ഈസ് പോയിന്റിംഗ് ടു ദ ലൊക്കേഷൻ 2. അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, Q of rear, that is Q of 2 is equal to അടുത്ത വാല്യൂ ഇൻസേർട്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിയർ ഈസ് ഇൻക്രിമെന്റഡ് ബൈ 1 and then insert the element. ഓക്കെ, അതാണ് ഇത് NQ. ഇനി DQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം DQ എന്ന ഡിലീറ്റിംഗ് എലമെന്റ് ഫ്രം എ Q. That operation is called DQ. DQന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് നോക്കി, ഇതാണ് ഇപ്പോൾ നമ്മുടെ ക്യൂവിന്റെ കറന്റ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എലമെന്റ് നമുക്കറിയാം ഡിലീഷൻ നടത്തുക, ആദ്യം വന്ന ആളാണ് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് വൺ എൻഡ്. അപ്പോൾ ഇവിടെയാണ് ഇൻസേർഷൻ തുടങ്ങിയത്, ഈ എൻഡിൽ തന്നെ നമ്മൾ ഡിലീഷൻ നടത്തണം. അപ്പം ഇവിടെ ഈ 200 ഇൻസേർട്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം 100 ഡിലീറ്റ് ചെയ്തിരിക്കണം നിർബന്ധം. അപ്പോൾ നമ്മൾ സപ്പോസ് നമ്മൾ 100 ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഫ്രണ്ടിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഫ്രണ്ട് ഈസ് പോയിന്റിംഗ്, ഫ്രണ്ട് ഈസ് ഫ്രണ്ട് പ്ലസ് 1, ദാറ്റ് ഈസ്. അപ്പം
ഫ്രണ്ടിന്റെ വാല്യൂ 2 ആവും. ഓക്കെ, ഫ്രണ്ടിന്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ നോ ഫ്രണ്ട് ഈസ് പോയിന്റിംഗ് ടു ദ ലൊക്കേഷൻ 2. ഓക്കെ, ഇതിന്റെ അർത്ഥം ദിസ് എലമെന്റ് ഈസ് റിമൂവ്ഡ്. ഓക്കെ, കാരണം എന്താ, നമ്മളെ ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്നത് ഈ ലൊക്കേഷനിലേക്ക്. അതിന്റെ അർത്ഥം നമ്മുടെ ക്യൂവിലെ ഏറ്റവും ഫ്രണ്ട് മോസ്റ്റ് ഏറ്റവും എലമെന്റ് ഫസ്റ്റ് എലമെന്റ് ഇതാണെന്ന് ഇനി മുതൽ. അതേപോലെ ലാസ്റ്റ് എലമെന്റ് ഇത് തന്നെയാണ്. അതിന്റെ അർത്ഥം ഇതിൽ ഒരു എലമെന്റ് ഉള്ളൂ എന്നാണ്. ഇത് നമ്മളെ കയ്യിൽ നിന്ന് പോയി. ദാറ്റ് മീൻസ് ദാറ്റ് എലമെന്റ് ഈസ് ഡിലീറ്റഡ് ഫ്രം ദ അവർ ക്യൂ. അപ്പൊ ഇതാണ് ഇത് എൻ ക്യൂ ആൻഡ് ഡി ക്യൂ ഓപ്പറേഷൻസ്. നമുക്ക് അതിന്റെ അൽഗോരിതം ജസ്റ്റ് ഒന്ന് നോക്കാം. അൽഗോരിതം എൻ ക്യൂ ഐറ്റം 1. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓവർഫ്ലോ ആണ്. ഓക്കെ, ക്യൂവിന്റെ ലെൻസ് സൈസ്. ഓക്കെ, ക്യൂ നമ്മളിപ്പോൾ സപ്പോസ് റിയറിന്റെ വാല്യൂ മാക്സ് ക്യൂ ആണെങ്കിൽ, ഓക്കെ, ഈ റിയർ, ഓക്കെ, റിയർ നമ്മൾ അറേ നോക്കാം. ഒരറേ ക്യൂ എന്നാണ് പേര്. 1 2 3 4. നമ്മളെ കയ്യിൽ ഫ്രണ്ട് ഉണ്ട്, ഞാൻ എഫ് എന്ന് കാണിക്കാണ്. റിയർ ഉണ്ട്, മാക്സ് ക്യൂ ഉണ്ട്, ഫസ്റ്റ് നള്ളാണ്. ഓക്കെ, ഇതിൽ 4 ആണ്. ഓക്കെ, നമ്മുടെ അവസ്ഥ നള്ള് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സോ ഇഫ് റിയർ ഈസ് ഈക്വൽ ടു മാക്സ് ക്യൂ, then write overflow and exit. Okay, suppose റിയറിന്റെ വാല്യൂ ഇൻസേർട്ട് ഈ മാക്സ് ക്യൂ 4 തുല്യമാണെങ്കിൽ അർത്ഥം എന്താണ്, ഈ ഇൻസേർഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അതാണ് പറയുന്നത് ഈ റിയർ ഈസ് ഈക്വൽ ടു മാക്സ് ക്യൂ then write overflow and exit. ഓക്കെ, സെക്കൻഡ് അഥവാ ഇനി അല്ലെങ്കിൽ അഥവാ എലമെന്റ് ഫുൾ അല്ല, നമ്മുടെ ക്യൂ ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം ഒരു എം ടി ആണ് നോക്കണം. എം ടി ആണെങ്കിൽ മാത്രം, എം ടി ഉള്ള കേസിൽ മാത്രം നമ്മൾ ഫ്രണ്ടിന്റെ, ഓക്കെ, ഇഫ് എം ടി നോക്കുന്നത് ഇഫ് ഫ്രണ്ട് ഈസ് ഈക്വൽ സോറി ഇഫ് റിയർ ഈസ് ഈക്വൽ ടു നൾ, അതിന്റെ അർത്ഥം ദ ക്യൂ ഈസ് എം ടി. ഇവിടെ ക്യൂ ഫുൾ ആണ് നോക്കി, ഇനി ക്യൂ എം ടി ആണ്. ദെൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, എൽസ് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ, അതായത് എം ടി സോറി ഫുള്ളും അല്ല എം ടി അല്ല, അതിനർത്ഥം സം എലമെന്റ്സ് ആർ ദർ. ആ സമയത്ത് നമ്മൾ റിയർ മാത്രം റിയർ ഇൻക്രിമെന്റ് ചെയ്താൽ റിയർ ഈസ് ഈക്വൽ ടു സെറ്റ് rear assigns rear plus 1. Okay, third step. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി, എവിടെയൊക്കെ ഇൻസേർട്ട് ചെയ്യണമെന്ന് മനസ്സിലായി. സെറ്റ് റിയർ ക്യൂ ഓഫ് റിയർ അസൈൻസ് ഐറ്റം. ഫോർത്ത് സ്റ്റെപ്പ് സ്റ്റോപ്പ്. ഓക്കെ, നോക്കണം. ഇപ്പൊ സപ്പോസ് ഈ കേസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇഫ് റിയർ ഈസ് മാക്സ് ക്യൂ ആണോ, റിയറിന്റെ വാല്യൂ മാക്സ് ക്യൂ അല്ല. ഓക്കെ, അപ്പൊ ഇത് ശരിയല്ല. ഈ റിയർ ഈസ് നള്ളാണോ, യെസ് നള്ളാണ്. അപ്പൊ എന്ത് ചെയ്യും, സെറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ അസൈൻസ് 1. ഫ്രണ്ടും 1 ആയി, റിയറും 1 ആയി. ദാറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ഫ്രണ്ട് ഈസ് പോയിന്റിംഗ് ടു ആൻഡ് ഫ്രണ്ട് ആൻഡ് റിയർ ഈസ് പോയിന്റിംഗ് ടു ദ ലൊക്കേഷൻ 1. ദെൻ നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് വരും. സെറ്റ് ക്യൂ ഓഫ് റിയർ, ദാറ്റ് ഈസ് ക്യൂ ഓഫ് 1 അസൈൻസ് ഐറ്റം എന്താണോ, അപ്പൊ ഐറ്റത്തിൽ 100 ആണെങ്കിൽ 100 ഇൻസേർട്ട് ചെയ്യും. ഇനി വീണ്ടും നമുക്ക് ഇൻസേർഷൻ നടത്തണമെങ്കിൽ വീണ്ടും നമ്മൾ വരും, ഈ അൽഗോരിതം വീണ്ടും വിളിക്കും. അപ്പൊ ഈ റിയർ ഈസ് മാക്സ് ക്യൂ ആണോ, റിയറിന്റെ വാല്യൂ 1 ആണ്, മാക്സ് ക്യൂ 4 ആണ്, രണ്ട് ഈക്വൽ അല്ല. അപ്പൊ നേരെ ഈ റിയർ ഈസ് നള്ളാണോ, അതുമല്ല, റിയറിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എൽസ് സെറ്റ് റിയർ ഈസ് റിയർ പ്ലസ് 1, റിയറിന്റെ വാല്യൂ പ്ലസ് 1 പറയുമ്പോൾ 2 ആയി. ദാറ്റ് മീൻസ് ദാറ്റ് റിയർ ഈസ് പോയിന്റിംഗ് ടു ദ ലൊക്കേഷൻ 2. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പിലേക്ക് വരും. സെറ്റ് ക്യൂ ഓഫ് 2, റിയറിന്റെ വാല്യൂ 2 ആണ്, ക്യൂ ഓഫ് 2 ദാറ്റ് ഈസ് ക്യൂ ഓഫ് 2 അസൈൻസ് ഐറ്റം നമ്മൾ എന്താണോ കൊടുത്തത് അത് ഇൻസേർഷൻ ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ടിംഗ്, ദാറ്റ് ഈസ് ഇൻസേർട്ടിംഗ് ഇൻടു എ ക്യൂ. നെക്സ്റ്റ് നമുക്ക് ഡിലീഷൻ നോക്കാം. ഓക്കെ, അൽഗോരിതം ഡിലീറ്റ് നമ്മൾ വിളിക്കുക ഡി ക്യൂ. ഓക്കെ,
സോ നെക്സ്റ്റ് അൽഗോരിതം DQ ഐറ്റം. DQ നമുക്കറിയാം എപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്യൂ empty ആണെന്ന് നോക്കണം. ഓക്കെ, സോ if empty ആണെങ്കിൽ ഈ friend is equal to null, then deletion is not possible, then write underflow and exit. Okay, അഥവാ ഇനി അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഉള്ളെങ്കിൽ നമുക്കറിയാം ആ എലമെന്റ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിയർ ഫ്രണ്ട് മാത്രമല്ല മാറുക, റിയറും മാറും. ഓക്കെ, സോ ഇഫ് ഒരൊറ്റ എലമെന്റ് ഉള്ളൂ, ആ എലമെന്റ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രണ്ടും നള്ളാവണം, റിയറും നള്ളാവണം. കാരണം ഇനി മുതൽ അവിടെ എലമെന്റ് ഇല്ല, അതിന്റെ അർത്ഥം empty ആണ്. സോ ഇഫ് അത് നോക്കേണ്ടത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇഫ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ, ഓക്കെ ആണെങ്കിൽ സെറ്റ് ഫ്രണ്ട് അസൈൻസ് റിയർ അസൈൻസ് നൾ. ഓക്കെ, ഈ ഒരു ഒറ്റ എലമെന്റ് ഉണ്ടെങ്കിൽ ആ എലമെന്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും 0 ആയി. ഓക്കെ, രണ്ടും നള്ളായി മാറും. അതാണ് ചെയ്യുന്നത്, രണ്ടും നള്ളായി മാറുന്നത്. അതായത് എന്താണ് ഇത് ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രണ്ടും 0, അതായത് ഫ്രണ്ടും നള്ള് റിയറും നള്ള് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ദ ക്യൂ ഈസ് empty. ഇനി എൽസ് ഓക്കെ രണ്ടും ഈക്വൽ അല്ല, രണ്ട് ഈക്വൽ അല്ലെങ്കിൽ അതിനർത്ഥം ഒന്നിൽ കൂടുതൽ വാല്യൂ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ സപ്പോസ് ഇങ്ങനെയാണ് കേസ് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഈസ് പോയിന്റിങ് ടു ഹിയർ, and the rear is pointing to here. Okay, that is 3. ഇതിന്റെ അർത്ഥം എന്താണ്, ഇതും രണ്ടും മാത്രമാണ് നമ്മുടെ ക്യൂവിലെ എലമെന്റ് എന്നാണ്. ഇത് ഡിലീറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ നമ്മൾ ഇനി ഡിലീറ്റ് ചെയ്യാന്ന് ഈ എലമെന്റ് ആണ് ഡിലീറ്റ് ചെയ്യുക. എൽസ് സെറ്റ് ഐറ്റം അസൈൻസ് ക്യൂ ഓഫ് ഫ്രണ്ട്. ഓക്കെ, ആ എലമെന്റ് നമ്മൾ ഐറ്റത്തിൽ എടുത്തു. ദെൻ സെറ്റ് ഫ്രണ്ട് അസൈൻസ് ഫ്രണ്ട് +1. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ചെയ്യാന്ന് എന്താണ്, ഈ ഫ്രണ്ടിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. ഫ്രണ്ടിന്റെ വാല്യൂ 3. ദാറ്റ് മീൻസ് ദാറ്റ് ഈ എലമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി. ഓക്കെ, നൗ ഫ്രണ്ട് ഈസ് പോയിന്റിംഗ് ടു ദ ലൊക്കേഷൻ 3. അതിനർത്ഥം ഇത് നമ്മൾ ഡിലീറ്റ് ആയി. ഇത് ഡിലീറ്റ് ചെയ്യാൻ അതിന്റെ മുൻപുള്ളത് ഏതായാലും ഡിലീറ്റ് ആയിട്ടുണ്ടോ? ഓക്കെ, ഓൾറെഡി ഡിലീറ്റ് ആയിട്ടുണ്ടോ? തേർഡ് സ്റ്റെപ്പ് stop. Okay, so this is the algorithm for DQ operations in DQ operation, that is delete from a queue. That operation is called DQ. Okay, so these are all the, so that's all about the basic things about a queue. Okay, so today we discussed what is a queue and what principle is going on queue. In queue it follows, that is FIFO principle, and then in queue we insert at the one end, that is called the front end, and delete rear end, and we delete from another end called front end. Okay, front end എന്നാണ് ഡിലീറ്റ് ചെയ്യുക, ഈ റിയർ end എന്നാണ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്കറിയാം there are two operations that can be performed on a queue, that is inserting into a queue, that operation is called NQ, and delete from a queue is called DQ. Okay, അതിന് algorithm കണ്ടു. Next class we will see the different types of queues are there, different types of queue. Okay, thank you.